എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വൈറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് പ്ലം കേക്ക് അധികം അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഈ 2 ടേബിൾ സ്പൂൺ വീതം ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, കിസ്മിസ്, കറുത്ത മുന്തിരി, അതുപോലെ ചെറിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴവും ചെറിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഫുള്ള് അബ്സോർബ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നട്ട്സ് ഒന്നും ഇതിൻ്റെ കൂടെ കുതിർക്കാനായിട്ട് വെക്കുന്നില്ല. ആ നട്ട്സൊക്കെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് മൈദയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ആ മൈദ ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡയും ഉപ്പും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഉപയോഗിച്ചിരിക്കുന്ന ബട്ടർ സോൾട്ടഡ് ആയതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അൺസോൾട്ടഡ് ആണെങ്കിൽ 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പില്ലാത്ത ബട്ടർ ആണെങ്കിൽ 1 നുള്ളുപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കാം. അതിനകത്തോട്ടൊരു 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. സ്പൈസസിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ടൊരു ബൗളെടുക്കാം. അതിലോട്ട് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണ് ബട്ടറെങ്കിൽ നമ്മളെടുത്ത് വെളിയിൽ വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 കപ്പോളം കാണും. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പഞ്ചസാര നല്ലതുപോലെ അങ്ങ് തെറിക്കും. അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ഹൈ സ്പീഡിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അരികൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് ഏകദേശം ഒരു വെള്ള നിറം ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ആദ്യത്തെ മുട്ട ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം 2ാമത്തെ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. 2ാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ജാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രാമ്പും ജാതിക്കയും ചേർക്കുമ്പോൾ തന്നെ കേക്കിന് നല്ലൊരു മണം കിട്ടും. പിന്നെ അത് ഒരുപാട് അങ്ങ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മണം ഒന്ന് മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ 3 ബാച്ചായിട്ട് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ മാവിലോട്ട് ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഓറഞ്ച് ജ്യൂസ് ഒന്നും അധികം വന്നിട്ടില്ല, ഒരു ഏകദേശം 1 ടീസ്പൂണോളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വൈറ്റ് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ പഞ്ചസാരയൊന്നും കാരമലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ബാറ്റർ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടേണ്ടുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അങ്ങ് താന്നു പോകും, ബേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങ് താന്നു പോകും. ഇനി നമുക്ക് നേരത്തെ തന്നെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ചേർത്ത് കൊടുക്കാം. കേക്ക് ടിന്നിലോട്ട് നമുക്ക് ബാറ്റർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നട്ട്സ് വേണമെങ്കിൽ മുകളിൽ വെച്ചൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ സെറ്റപ്പ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 1 മണിക്കൂറോളം വരും കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം കേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നേരത്തെ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോർമൽ പ്ലം കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ലൊരു മണമാണ്. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.